അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാം. ഒന്നാമത്തെ ചിന്ത, ആരാണ് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആരായിരിക്കും? ക്രിസ്തുവാണ്. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ആരാന്നറിയാമോ? ഇനി പുനരുത്ഥാനം പ്രാപിക്കുന്നത് ക്രിസ്തുവിനുള്ളവർ. Those who belonging to Jesus. Those who belongs to Jesus. ക്രിസ്തുവിനുള്ളവരാരോ അവരാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തുവിനുള്ളതാണെന്ന്? അവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ക്രിസ്തുവിനുള്ളവരാണെന്ന് ഉറപ്പുള്ളവരായി കൈ ഉയർത്തിയത്. ഇനി ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം ഞാൻ പറയാം, അന്നേരം ഈ പൊങ്ങിയ കൈ എല്ലാം പൊങ്ങണം. ക്രിസ്തുവിനുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ആവേശത്തോടെ കൈ ഉയർത്തി. ഇനി ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം വേദപുസ്തക പ്രകാരം പറയുമ്പോൾ ഈ ഉയർന്ന കൈ എല്ലാം ഇനി ഉയരണം. പ്രൈസ് ദി ലോർഡ്. എന്താ ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം? സങ്കീർത്തനം മനഃപ്പാഠമാക്കിയതും ചില വേദപുസ്തക ഭാഗങ്ങളെ മനഃപ്പാഠമാക്കിയതും, നല്ല പാട്ട്, സിയോൻ ഗീതാവിലെ മുഴുവൻ പാട്ടും പുസ്തകം തുറക്കാതെ പാടാനറിയാം, സാക്ഷി പറയാനറിയാം. ഇതൊന്നുമല്ല ക്രിസ്തുവിനുള്ളവർ എന്നുള്ളതിൻ്റെ ലക്ഷണം. പിന്നെ ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം എന്താണെന്നറിയാമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാമത് വാക്യം. ഗലാത്യർ 5:24 പറയുന്നു, ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ ആരും. ക്രിസ്തുവിനുള്ളവരുടെ ഒരു ലക്ഷണം പറഞ്ഞു കേട്ടോ. അങ്ങ് പുറകെ അറ്റം ഇരിക്കുന്നവരൊക്കെ കേൾക്കുന്നുണ്ടോ? ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം പറയുന്നത് ഗലാത്യർ 5:24. അവർ അവരുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്തോ ചെയ്തിരിക്കുന്നു? ക്രൂശിച്ചിരിക്കുന്നു. ജഡമുതിർത്ത് വിടുന്ന ചില രാഗങ്ങളും ചില മോഹങ്ങളും ചില വല്ലാത്തതായ അന്ധകാര ആധിപത്യ വ്യവസ്ഥിതികളുമുണ്ട്. കോപം, താപം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗീയത, ഇതെല്ലാം ജഡത്തിൻ്റെത്. അശുദ്ധിയും അതിരാഗങ്ങളടക്കമുള്ള സകല സംഗതികളും, പകയും പിണക്കവും ക്രോധവും, അതും എല്ലാം ഈ ജഡത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങൾ. ഇതിനെയെല്ലാം പിടിച്ച് അടക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനാ ക്രിസ്തുവിനുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. യാതൊരു വിധത്തിലും പ്രതികാര നടപടികളില്ലാതെ തന്നെ ഉപദ്രവിക്കുന്നവരുടെ മുഖത്ത് നോക്കി ശാന്തമായി അങ്ങനെ പുഞ്ചിരിയോടെ നിന്ന സഹനത്തിൻ്റെ ആളത്വമായ ക്രിസ്തുവിന് നമ്മൾ ആ ക്രിസ്തുവിനുള്ളവരാകണമെങ്കിൽ സഹനവും ത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും സ്നേഹവും സത്യവും ധർമ്മവും ന്യായവും നീതിയുമെല്ലാം കൂടെ ഒരുമിച്ച് വാരി അണിഞ്ഞെങ്കിലേ നാം ക്രിസ്തുവിൻ്റെതായി മാറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ തിന്മകളിലേക്ക് സ്വാധീനിക്കപ്പെട്ടിട്ട് പാട്ടുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റുതര ആത്മീയ ഇടപാട് കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ക്രിസ്തുവിൻ്റെതാണെന്ന് വരുത്തി തീർക്കുവാൻ ചില വേഷവിധാനങ്ങളുടെ പകർച്ച കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് പകല് പറഞ്ഞതുപോലെ നാം ക്യാമറ നിരീക്ഷണത്തിലാണ്. ഏത് ക്യാമറയാണെന്നറിയാമോ? ഇവിടെ സർക്കാർ ചെയ്ത് കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറയുടെ നിരീക്ഷണത്തിലല്ല. ഒരിക്കലും മെയിൻ്റനൻസ് വേണ്ടാത്ത അത്യുന്നതനായവൻ്റെ അഗ്നിമയമായ കണ്ണുകളുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം, മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൻ്റെ രാത്രികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പകലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇടവഴികൾ, പെരുവഴികളെല്ലാം ആ ക്യാമറയുടെ കണ്ണുകളുടെ മുൻപിലാണ്. അപ്പോഴാണ് ജഡമാണോ നമ്മെ നയിക്കുക, അതേ ആത്മാവാണോ നമ്മെ നയിക്കുക എന്നുള്ളത് കർത്താവിന് വ്യക്തമായി അറിയാം. ജഡപ്രകാരമുള്ള സകല വിചാരങ്ങളെയും പിടിച്ചടക്കി ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും പിടിച്ചടക്കുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരാണ് ക്രിസ്തുവിനുള്ളവർ. ഹല്ലേലൂയ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി പറയണം, ക്രിസ്തുവിനുള്ളവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെങ്കിൽ ഈ യോഗ്യതയുള്ളവരെ പൊങ്ങി വരത്തുള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന്, കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുന്നവരും അവരനെ കുത്തി ഒതുക്കാൻ ശ്രമിക്കുന്നവരും അവരൻ്റെ അവസരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും ആക്ഷേപം കൊണ്ടും അനാവശ്യമായിരിക്കുന്ന നിലപാടുകൾ കൊണ്ടും ഒരുവനെ ഒതുക്കാൻ ശ്രമിക്കുന്നവരാരും ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരല്ല. എത്ര പേർക്ക് മനസ്സിലായി? ആരാണോ ക്രിസ്തുവിനുള്ളവർ അവർ മാത്രമേ കാഹളനാളം കേൾക്കുമ്പോൾ ഉയർത്തു വരികയുള്ളൂ.
ക്രിസ്തുവിനുള്ളവരുടെ വേറൊരു ശ്രേഷ്ഠത കേൾക്കണോ? ദൈവമക്കൾ മാത്രമാണല്ലോ പന്തൽ കൂടി വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആരാധനയുടെ നേരത്തെ എല്ലാവരും ആത്മനിറവിൽ ആരാധിക്കുന്നത് കാണാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിനകത്തിരിക്കുന്നവരൊക്കെ ദൈവമക്കൾ തന്നെയാണ്. അതല്ലാതെ ആരെങ്കിലും ദൈവമക്കളെന്ന് ഞാൻ പറയുന്നത് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, വചനത്തിൻ്റെ വ്യവസ്ഥാപിതമായ ചിട്ടവട്ടങ്ങളിലേക്ക് വന്നിട്ടുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ക്രൈസ്തവീകതയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുമുണ്ടാകാം. നിങ്ങളോട് പറയാം, ക്രിസ്തുവിനുള്ളവർക്ക് മാത്രമേ പുനരാഗമനം ഉപകാരമാകുകയുള്ളൂ. ക്രിസ്തുവിനുള്ളവരുടെ ഒന്നാമത്തെ ലക്ഷണം അവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചവരാ. രണ്ടാമത്തെ ലക്ഷണം, ക്രിസ്തുവിനുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം ഫിലിപ്പിയ ലേഖനം 2:5 ആണ്. ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവമുള്ളവരാ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിൻ്റെ ഭാവം എന്താണ്? ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ഒരിക്കലും അഹങ്കാരമോ അഹന്തയോ ധാർഷ്ട്യമോ ധിക്കാരമോ താൻപോരിമയോ കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ വിമർശന, വിരോധ, വിദ്വേഷ, വിഭാഗികതകൾ കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ ഭാവമെന്ന് പറയുന്നത് ദൈവ ഡിവൈൻ ആറ്റിറ്റ്യൂഡാണ്. അതുള്ളവരാ ക്രിസ്തുവിനുള്ളവർ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാ. ഫിലിപ്പ് 2:5. ക്രിസ്തുവിന് അധികാരികളോടുള്ള ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന് സഹപ്രവർത്തകരോടുള്ള ഭാവം എന്താ? ക്രിസ്തുവിന് സ്ത്രീകളോടുള്ള ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന് പുരുഷവർഗത്തോടുള്ള ഭാവം എന്താ? ക്രിസ്തുവിന് കുഞ്ഞുങ്ങളോടുള്ള ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന് പാപത്തോടുള്ള ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന് തൻ്റെ പിതാവിനോടുള്ള ഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന് പിശാചിനോടുള്ള ഭാവം എന്തായിരുന്നു? ഇങ്ങനെ ഭാവങ്ങളെ വകതിരിച്ച് പഠിച്ചാൽ തീരാത്തൊരു ബഹുത്തായ വിഷയമാണത്. ആ ഭാവം അതിൻ്റെ തനിമയോടെ സൂക്ഷിക്കുന്നവരാ ക്രിസ്തുവിനുള്ളവർ. അവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തുള്ളൂ. ക്രിസ്തുവിനെ അറിയാമെന്നുള്ളതല്ല കാര്യം, ക്രിസ്തുവുമായി എനിക്ക് ഇത്ര കാലത്തെ ബന്ധമുണ്ടെന്നുള്ളതല്ല കാര്യം, ക്രിസ്തു സഭയുമായി എനിക്ക് ബന്ധമുണ്ട്, ഞാൻ ആ സഭയുടെ ഇന്നാരിന്നാര എന്നൊക്കെ നമുക്ക് പെരുമ പറയാൻ പറ്റും. പക്ഷെ ക്രിസ്തുവിൻ്റെ ഭാവമില്ലാത്തവരാരും ക്രിസ്തുവിനുള്ളവരല്ല. ക്രിസ്തുവിനുള്ളവരല്ലെങ്കിൽ കാഹളനാളിൽ പൊങ്ങുകയില്ല. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം? പ്രൈസ് ദ ലോർഡ്. മറന്നു പോകരുത്. കുഞ്ഞുങ്ങളൊക്കെ അറിയാൻ യൂത്ത്സിന് ഒരു അസൈൻമെന്റ്സോ, യൂത്ത്സിന് അല്പം കൂടെ വിശാലമായ നിലയിൽ ഈ വിഷയത്തെ ഒന്ന് അപഗ്രഥിക്കേണ്ടതിന് ഞാൻ പറയാം. മക്കളെ, ക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങളെ നിങ്ങൾ വിശാലമായി പൂരിപ്പിക്കണം. എന്താണെന്നറിയാമോ? ഒന്ന്, ക്രിസ്തു തൻ്റെ ശരീരത്തെ എങ്ങനെ സൂക്ഷിച്ചു അതുപോലെ സൂക്ഷിക്കണം ക്രിസ്തുവിനുള്ളവൻ. ക്രിസ്തു തൻ്റെ ശരീരത്തെ എങ്ങനെ സൂക്ഷിച്ചേ? 33.5 വർഷം ആവശ്യമില്ലാത്തടത്തെങ്ങും മുട്ടുകയോ തട്ടുകയോ ഉരുമുകയോ ഒരയുകയോ ചെയ്തിട്ടില്ല. ആവശ്യമില്ലാത്ത ഒരു ഇടപാടുമായി തൻ്റെ ശരീരത്തെ കൂട്ടി ഇണക്കിയില്ല. കണ്ടോ? അതാ ക്രിസ്തുവിൻ. താൻ തൻ്റെ ശരീരം എങ്ങനെ സൂക്ഷിച്ചു അതേപോലെ ശരീരത്തെ സൂക്ഷിക്കാൻ സമർപ്പിക്കപ്പെട്ടവനാ ക്രിസ്തുവിനുള്ളവൻ. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? രണ്ടാമത്തേത്, ക്രിസ്തു പ്രാർത്ഥനാ മുറിയിൽ എങ്ങനായിരുന്നു? നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ എങ്ങനെ? ക്രിസ്തു പ്രാർത്ഥനാ മുറിയിൽ എങ്ങനായിരുന്നു? ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുമായി നമുക്ക് വല്ല ബന്ധമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ 1-2 വാചകം പറഞ്ഞ് യേശുവേ സ്തോത്രം ആമേൻ എന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങുക പതിവ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോലും നേരമില്ലാതെ ഓട്ടമാണ് നമ്മുടെ തിരക്കിനിടയിലേക്ക്. പക്ഷേ കർത്താവ് പ്രാർത്ഥനയുടെ ആളത്വമായിരുന്നു. ദൈവദാസ